മിണ്ടാതിരിക്കും പിള്ളേരെ. നിക്കേ ചിന്നു ഇറങ്ങ്. ഹായ് മാളൂട്ടിയെ, അങ്ങ് വലുതായല്ലോ. അപ്പച്ചയുടെ സുന്ദരി കുട്ടി. ഇവിടെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ചിന്നുവിനെ മോടെ ചേച്ചിയാ, ദേടഗോപി മാളൂട്ടി. ഇത്രയും നേരമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എഴുത്തെങ്ങാനും കിട്ടിയില്ലയോ എന്ന്. സ്വർണ്ണ കച്ചവടം അങ്ങനെ പെട്ടെന്നൊക്കെ ഇട്ടറിഞ്ഞ് പോരാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ കല്യാണ സീസണും. രമേശ് ചേട്ടന് വരാൻ മടിയായിരുന്നു, ഞാൻ വിട്ടില്ല. ഉണ്ണിക്കാണെങ്കിൽ കുറച്ചു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ. ഓരോരുത്തരെ അവിടെ വന്ന് കാണാൻ അവന് സാവകാശം ഉണ്ടാവോ? പോരാത്തതിന് അമ്മയുടെ പിറന്നാളും. രാജി എവിടെ? അകത്തെങ്ങാനും കാണും. പാമുന്നെ അതെ, ശതാവരി കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചൊന്ന് കുടിച്ചാലോ? കാറിലിരുന്ന് ചുട്ട് മേലാകെ ഉടഞ്ഞു. വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ രമേശൻ നായർക്ക് ശരീരപ്രശ്നം? ശരീരധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. ശരീരധനം പ്രധാനമാ, പക്ഷെ ഇതും ശരീരത്തിന്റെ ഒരു ഭാഗമാ, അത് മറക്കണ്ട. രമേശൻ നായരെ തമാശ കളിക്കല്ലേ രമേശൻ നായരെ? കഷായം കുടിച്ചോണ്ടിരിക്കുക. അപ്പച്ചേ അപ്പച്ചേ. അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുള്ള വല്ല പരിപാടി ഉണ്ടോ അവന്? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വിലാസിനെ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കായിരുന്നു. അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? അയ്യോ ഞാനില്ലേ. ഉള്ള കാര്യം പറയാലോ, രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഓ അല്ല, സൊറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്. കാലത്ത് എഴുന്നേക്കാനുള്ളതാ, വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിന് കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ 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 പോയി കിടന്ന് ഉറങ്ങടി പോ. നാരായണ ഗുരുവായൂരപ്പാ. മാളൂട്ടി, എവിടെ ഈ കുട്ടികള്? ഇതെന്നാ പണിയാ? റേഡിയേറ്ററിൽ ഒഴിക്കാനുള്ളതാ. ആ പെട്ടിയുടെ ചാവി എവിടെ വെച്ചേ? എന്റെ കയ്യിലുണ്ട്. മക്കളെ ഓടാതെ വീഴും. വാ മോളെ. കയറി ഗോപി, കയറിക്കേ. അല്ല, എല്ലാരും കൂടെ വീടടച്ചു പോയാൽ എങ്ങനെയാ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലമ്മേ, രാജ കൂടെ പോന്നോട്ടെ, ഞാനിവിടെ നിൽക്കാം. ഏയ്, അതൊന്നും ശരിയാകത്തില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ആ ശങ്കരൻ പോറ്റി വരികയാണെങ്കിൽ വൈകിട്ട് വരാൻ പറയണം. അപ്പൊ ഉണ്ണിയും കാണുമല്ലോ. പോവാൻ്റെ വാ. വല്ലതും മനസ്സിലായോ? ഓ, മോളെ, എന്റെ മാളൂട്ടിയമ്മേ. മോനെ, ദേ തുടങ്ങിയല്ലോ. ഞാൻ വരുമ്പോഴും അതെ, പോകുമ്പോഴും അതെ, ഈ കരച്ചിലത്. ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. ചിന്നു ഇല്ലാസ്പോന്നു ഇന്നലെ അളിയോ, ഞങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടേ. രാജി വന്നില്ലേ? എല്ലാരും കൂടെ വന്നാലും എങ്ങനെയാടാ ഉണ്ണിയെ? വീട്ടിലാരെങ്കിലും വേണ്ടേ? അമ്മയിലേക്ക് പോകുമ്പോ എന്റെ അപ്പൂനെ കൊണ്ടുപോകും. തുടങ്ങി ഒരു അപ്പു. അപ്പൂനെയല്ല, ആരെ വേണലും കൊണ്ടുപോവാ. ആട്ടെ, ആരായി അപ്പു? ഓ, ഒരു ആശ്രയരം പിടിച്ച പട്ടി. അല്ല, നല്ല പട്ടിയാ. പട്ടിക്കുട്ടിയല്ല, എന്റെ മാളൂട്ടിയമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു കൊമ്പനാനെ കൂടി ഞാൻ കൊണ്ടുപോകും. പിന്നെ അല്ല ഉണ്ണി, ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അമേരിക്കയിലൊക്കെ? ഇവിടത്തെ പോലെ തന്നെ കാർ വണ്ടിയൊക്കെ ഓടിക്കാം. അല്ല, പിന്നെ അങ്ങോട്ടൊന്ന് കടന്നുകൂടാനുള്ള ഒരു... അയ്യോ, അതിന് ലൈസൻസ് മാത്രം പോരല്ലോ. പിന്നെ തലയ്ക്കകത്തൂടെ എന്തെങ്കിലും വേണ്ടേ? തമാശ. പോടാ അവിടുന്ന്.
മറ്റേ തമാശ. ഞാൻ പോയി പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വെക്ക്. നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പ് രാജി. ഞാനോ ഇതേ കട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കിടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല. ഉം. ഉം. എത്ര നാളായി മോളെ നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിട്ട്. ശ്ശോ, വേണ്ട ഉണ്ണീട്ടാ. ഉം. എന്താ തുമ്പി ശരിക്കും ജീവനുണ്ട്. തുമ്പിയോ? ഈ തുമ്പി കല്ലെടുക്കും. ഓ അച്ഛന് വേണോ? അച്ഛന് വേണോ? വേണ്ട, അച്ഛന് വേറെ തുമ്പിയുണ്ട് ഇവിടെ. ഛേ, ആ, മോളും ചിന്നു ചേച്ചിയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. എന്താ അച്ഛാ? അച്ഛമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്. ആ, അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്തിരുന്ന് കളിക്കണം. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് അച്ഛൻ വന്ന് മാളൂട്ടേന്ന് വിളിക്കും. ഓടി വരണം. അച്ഛല്ലേ? പോ, 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 പോ. പതുക്കെ. ഓ. ഉം. ഇനി നിന്നെ ഞാൻ വിടില്ല. കാപ്പി എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? വാ മോനെ, അമ്മയ്ക്ക് വിശക്കുന്നല്ലോ. പതിനാല് കരട്ടാ. അവിടെ ഇപ്പൊ ഇതൊരു ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടുന്നു തുടങ്ങാം. നിന്റെ നിറത്തിന് തിണങ്ങും. ആഹാ. ഇതെങ്ങനെയുണ്ടമ്മേ? ഇനിയുണ്ട്. ഓ, എടുപ്പതുണ്ടല്ലോ ഇത്. തങ്ക വന്നോടാ? ഏ? അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ. തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടെ വിലാസിനി? ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? നോട്ടേമ്മേ, നല്ല പാറ്റേണാ. ഹായ്. ആ. സാരമില്ല, അമ്മ എടുത്തോട്ടെ. $5 കാണാനുണ്ടല്ലോ. ആ മടിയമ്മത്തായി എന്നെ പറ്റിച്ചത്. അച്ഛമ്മ വാ, എന്താ? ഒരു വട്ടം കാണിച്ചു തരും. വാ. എന്താ കുഞ്ഞേ? അച്ഛമ്മ വാ. ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി? ദോ, ഏ? അയ്യോ, 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 എനിക്ക് പേടിയാവുന്നു. എന്നെ വിട്, എന്നെ വിട്. അയ്യോ, അയ്യോ, ഗുരുവായൂരപ്പ, എന്നെ കൊല്ലാൻ കൊണ്ടുവന്നേ. അയ്യോ, അയ്യോ, എന്നെ നിർത്തണം. നിങ്ങൾ ഇനി മാറിയിട്ടില്ല. ഇല്ലടാ, ഞാനും പേടിച്ചു പോയി.
ഇപ്പോഴത്തെ എഴുന്നേക്കേണ്ടതാ. നാളെ ശയന പ്രദക്ഷിണത്തിന് പോകുമ്പം അവന് നല്ല ശുദ്ധവും വൃത്തിയൊക്കെ വേണ്ടതാ. അതുകൊണ്ട് നീ മോളെ അവന്റെ കൂടെ കിടത്തിയേച്ചേ. നീ എന്റെ കൂടെ വന്ന് കിടന്നോ. നാരായണ, ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ, വന്ന് കിടക്കണ്ട രാജിയെ. കഥ അടയ്ക്കട്ടെ. എന്റെ നടുവിന് എന്തൊരു വേദനയാ. നാരായണ, നാരായണ. രാജിയെ, ഇന്ന് അച്ഛനും മോളും കൂടെ അങ്ങ് ഉറങ്ങിയാ മതി. ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ. ഓ, സാരമില്ലമ്മേ, ദേവർക്ക് നമ്മുടെ വിഷമം മനസ്സിലാവും. ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നോ? എന്താ പുറത്ത്? ഉറക്കം വന്നില്ല അപ്പച്ചമ്മ. രാഘവട്ട് ഉറങ്ങില്ലേ? ഉറങ്ങി ഉറക്കം സുഖമായിട്ട് ഉറങ്ങി. ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഓ. ഈ മൂത്രത്തിലെ കല്ലില്ലേ, ഓ. അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ, ബഹുകേമം. കേട്ടോ ഉണ്ണിയെ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു 3-4 തവണ ഒരു കുടം ഉണ്ടാവും പോവാൻ. ആ, ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാ വെറുതെ പോവും. ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. എങ്ങനെ? ആ. ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പാങ്കാലത്ത് എങ്ങാനും ഒരു ഉറക്കം കിട്ടിയെങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. നമുക്ക് വല്ലതും പറഞ്ഞോണ്ട് നടക്കാം. ഞാനിപ്പോ ചെന്ന് ഉറങ്ങാനുള്ള ചില പരിപാടി. അതല്ലോ, അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്ന് കാണാനും പറ്റില്ല. ഏ? ഞാനെന്ന് തമാശക്ക് എടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. തൊണ്ട് അവിടെ എങ്ങാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ?